Hi my dear students, once again welcome back to Limits and Derivatives. Differentiation day first principle ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഇനി നമുക്ക് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Here is the first question from that section. Using first principle, find the derivative of sin x. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സെയിം ആണ്. നമ്മൾ ഇതിനെ ആസ് യൂഷ്വൽ fx is equal to sin x എന്ന് എടുക്കും. Equation number 1 എന്ന് വിളിക്കാം. And let h be a small positive change in x such that f of x plus h is equal to sin x plus h. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 2 കിട്ടി. ഇനി നമ്മുടെ ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h മൈനസ് f of x ഡിവൈഡഡ് ബൈ h ഈസ് ഈക്വൽ ടു, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h എന്ന് പറഞ്ഞാൽ sin x plus h ആണ്, മൈനസ് sin x ഡിവൈഡഡ് ബൈ h, റൈറ്റ്? ഇവിടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇതിന് പറ്റിയ ഫോർമുലകളും ഒന്നും നമ്മുടെ കയ്യിലില്ല. കാരണം മേലിൽ എക്സിലും താഴെ എച്ചിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ നമുക്കൊരു ഫോർമുല ഉണ്ട്, സൈൻ സംതിങ് മൈനസ് സൈൻ സം അതർ തിങ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നുള്ള ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ? നമുക്കറിയാമല്ലോ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതാണ്, സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈസ് ടു കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. So we are going to apply that formula here. ഇവിടെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ചും വൈയുടെ സ്ഥാനത്ത് എക്സുമാണ്. അപ്പോൾ നമ്മളുടെ ഇത് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 ടു കോസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച്, വൈയുടെ സ്ഥാനത്ത് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് മൈനസ് വൈയുടെ സ്ഥാനത്ത് എക്സ് ഡിവൈഡഡ് ബൈ h, റൈറ്റ്? അത് നമ്മൾ ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്തു. ഈ ഫോർമുലയ്ക്കകത്ത് എക്സ് ഉള്ളിടത്ത് നമുക്ക് ഇവിടെ എക്സ് പ്ലസ് എച്ചും വൈ ഉള്ളിടത്ത് നമുക്ക് എക്സുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ റീപ്ലേസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്നിന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 ടു കോസ് എക്സ് എക്സ് കൂടെ കൂടുമ്പോൾ 2x ആവും പ്ലസ് h ബൈ 2 ഇൻറ്റു ഇവിടെ എക്സും എക്സും കട്ടായി പോവും, സൈൻ h ബൈ 2 ഡിവൈഡഡ് ബൈ h എന്നാവും. ഓക്കെ മക്കളെ, ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0. നമുക്കിതിനെ രണ്ട് ലിമിറ്റ് ആയിട്ട് എഴുതാം. ടു കോസ് 2x പ്ലസ് h ബൈ 2 അത് ഒരുമിച്ച് എഴുതി, ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h ബൈ 2 ഡിവൈഡഡ് ബൈ h. അതായത് ഡിനോമിനേറ്ററിലുള്ള ഈ h ഇതിന് മാത്രമാക്കി ഇട്ടു. കാരണം നമുക്കറിയാമല്ലോ, എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എക്സ് ബൈ 3 ഇൻറ്റു വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ ബൈ 3 എന്ന് എഴുതാം. കാരണം രണ്ട് സെയിം ആണല്ലോ. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എന്ന് വരും, താഴെ 1 ഇൻറ്റു 3 എന്നുള്ള അർത്ഥത്തിൽ 3 എന്ന് തന്നെ വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മൾട്ടിപ്ലിക്കേഷന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ആ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലിമിറ്റ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. കാരണം ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല, അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. സോ ഇറ്റ് ഈസ് 2 കോസ് എച്ചിന് 0 കൊടുക്കുമ്പോൾ 2x ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അവിടെ പ്രശ്നമില്ല. ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h ബൈ 2 ആണ് ഡിവൈഡഡ് ബൈ, നമുക്കറിയാം h ബൈ 2 ആണ്. ഇവിടെ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഇവിടെ നമുക്ക് സൈൻ h ബൈ 2 ആണ്, അതുകൊണ്ട് താഴെ നമുക്കൊരു h ബൈ 2 വന്നാലേ ഉള്ളൂ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബൈ 2 എഴുതി ഇൻറ്റു 2 എഴുതുന്നു.
ഓക്കെ, അപ്പോൾ ഈ 2 × 2 കട്ടായി പോകും, പഴയതുപോലെ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ക്ലബ് ചെയ്യാം ഇത് തമ്മിൽ അല്ലേ, ഇതിന് മുകളിൽ ഒരു 1 ഉണ്ടാവുമല്ലോ. യെസ്, ഇനി നമുക്കറിയാം h ടെൻസ് ടു 0 ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ഫോർമുല ഇതാണ്. ഈ 3 ടേമും സെയിം ആയിരിക്കണം, x x x. ഇപ്പോൾ ഇവിടെ h/2 ഇവിടെ h/2 ആയതുകൊണ്ട് ഇവിടെയും h/2 വരണം. നമുക്കറിയാം h ടെൻസ് ടു 0 ആണെങ്കിൽ h/2 ടെൻസ് ടു 0/2, 2 സെല്ലിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ h/2 ടെൻസ് ടു 0 എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാകത്തിനായി. സോ 2 ഇവിടെ ഈ 2 കൊണ്ട് കട്ട് ചെയ്യാം. ടു cos x ഇൻറ്റു ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആവും. സോ 1 ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട്. സോ ഇറ്റ് ഈസ് 1/2. വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു cos x എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഇങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ എഫ് ഡാഷ് എന്ന് വിളിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു cos x എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ആക്ച്വലി എന്തായിരുന്നു, d/dx ഓഫ് sin x അല്ലേ, sin x-ന്റെ ഡെറിവേറ്റീവ് ആണ് d/dx ഓഫ്, മീൻസ് ഡെറിവേറ്റീവ് ഓഫ് sin x വിത്ത് റെസ്പെക്ട് ടു x ഇസ് ഈക്വൽ ടു cos x. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് sin x ഇസ് ഈക്വൽ ടു cos x. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ചില ഫോർമുലകൾ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് പഴയത് ചെയ്തതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, സൈൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ അടുത്തത് കോസ് ചെയ്യുന്നത്. നമുക്കതിനെ എഫ് എക്സ് എന്ന് വിളിക്കാം. ലെറ്റ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു cos x. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. And let h be a small positive change in x such that f of x plus h is equal to cos x plus h. Let us call it as equation number 2. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus f of x divided by h എന്നാണ്. That's equal to, let us substitute that value here. That's equal to limit h tends to 0 cos x plus h minus cos x divided by h. ഇവിടെ നമുക്ക് cos x minus cos y എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. cos x minus cos y യുടെ ഫോർമുല നമുക്കറിയാമല്ലോ. cos x minus cos y is equal to minus 2 sin x plus y by 2 into sin x minus y divided by 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൈൻ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ചും വൈയുടെ സ്ഥാനത്ത് എക്സുമാണ്. ഓക്കെ, സോ ദിസ് ബിക്കംസ് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 minus 2 sin x-ന്റെ സ്ഥാനത്ത് x plus h, y-യുടെ സ്ഥാനത്ത് x by 2 into sin x-ന്റെ സ്ഥാനത്ത് x plus h minus x divided by 2 all divided by h എന്നും കൂടെ. ഓക്കെ, നമ്മുടെ ഫോർമുലയ്ക്കകത്ത് ജസ്റ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 minus 2 sin, ഇത് നമുക്ക് കൂട്ടി എഴുതാം, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് h ബൈ 2 നേരത്തെ പോലെ തന്നെയാണ് ഇൻറ്റു സൈൻ. ഇവിടെ ഈ എക്സും എക്സും കട്ടായി പോകും. സൈൻ h ബൈ 2 ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഓക്കെ മക്കളെ, യെസ്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമുക്കതിൻ്റെ ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 2 സൈൻ 2x plus h by 2 അത് ഒരു ടൈം ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ഇല്ലാത്തതിന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. സോ ഇറ്റ് ഈസ് മൈനസ് 2 സൈൻ എച്ചിന് 0 കൊടുക്കുമ്പോൾ 2x by 2 എന്ന് വരും. അല്ലെ 2 കട്ടായി പോകും. ദെൻ ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 എന്നാണ്.
ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇവിടെ നമുക്കൊരു h ഉണ്ട്, ഒരു ബൈ 2 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇവിടെ 1 വരും. അപ്പോൾ പിന്നെ നമുക്ക് h ടെൻസ് ടു 0 ആണ്. അപ്പോൾ അത് സെയിം ആസ് h ബൈ 2 ടെൻസ് ടു 0. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ഫോർമുല നമുക്കറിയാം, അപ്ലൈ ചെയ്യാമല്ലോ. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതതുപോലെ തന്നെ എഴുതാം. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1. ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടൈമിനകത്ത് -2 സൈൻ എക്സ് എന്ന് വരും. 2 കട്ടായി പോയി. ഇത് ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 വരും അല്ലേ. ഇവിടെ മൂന്നും സെയിം ആണ്, h/2, ഇവിടെ h/2, ഇവിടെ h/2 ആണ്. അത് ടെൻസ് ടു 0 ആണ്. അതുകൊണ്ട് x ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുല. സോ 1 ഇൻറ്റു 1/2 വരും. 2 കട്ടായി പോവും. സോ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇതിനെയാണല്ലോ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇതൊരു ഫോർമുലയായിട്ട് ഒന്ന് പഠിക്കേണ്ടതാണ്. ഈ ഫോർമുലയും ഒന്ന് ബോക്സ് ഔട്ട് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സും കോസ് എക്സും ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ നമുക്ക് അടുത്തതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 63. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cosec x. മെത്തേഡ് സെയിം ആണ്. ലെറ്റ് cosec x fx is equal to cosec x. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ലെറ്റ് h be a small positive change in x such that f of x plus h is equal to cosec x plus h. Okay മക്കളെ, we can call it as equation number 2. Now let us apply the formula. Limit h tends to 0, f of x plus h minus f of x divided by h is equal to limit h tends to 0, cosec x plus h minus cosec x divided by h. Right? യെസ്, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് h ന് 0 കൊടുക്കാൻ പറ്റില്ല. കാരണം h ന് 0 കൊടുത്താൽ ഇത് ഡിനോമിനേറ്റർ 0 ആയി. ഇനി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ന്യൂമറേറ്ററിൽ നമുക്ക് നമ്മൾ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. അതുപോലെ കോസ് എക്സ് മൈനസ് കോസ് വൈ അപ്ലൈ ചെയ്തു. ബട്ട് ഹിയർ വി ഡു നോട്ട് ഹാവ് എനി ഫോർമുല ഫോർ cosec x minus cosec y. We have only formula for sin, cos, so that's why we cannot apply that such a formula here. So we are going to express this cosec in terms of sin, because we know 1 by sin x plus h, that is cosec x plus h, right? Minus similarly cosec x can be written as 1 by sin x whole divided by h. Okay makkale, right? Yes. So that's equal to, ഇതുകൊണ്ട് നമുക്ക് കാര്യമില്ല, നമുക്കൊന്ന് ക്രോസ് ചെയ്യാം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. സോ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എക്സ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ എക്സ് ആകും, ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ h ആണ്. അതിനെ ഞാൻ മാറ്റിയിട്ട് 1 by h എന്ന് മാറ്റി എഴുതുക. കുഴപ്പമില്ലല്ലോ, ഇത് ഒരുമിച്ച് എഴുതി ഇൻറ്റു 1 by h ആണ് വരേണ്ടത്. അപ്പോൾ ആ 1 by h പകരം ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടെ നമുക്ക് സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്യാം അല്ലേ. വാട്ട് ഈസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ? സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 2 cos x plus y divided by 2 into sin x minus y divided by 2. നമ്മൾ ഓൾറെഡി ആ ഫോർമുല നേരത്തെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ 2 cos, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സും വൈയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ചും ആണ്. സോ 2 cos x plus h divided by 2 into sin x minus വൈയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് ആണ് ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ sin x plus h into sin x
ഇൻറ്റു നമ്മുടെ 1/h അവിടെ ഉണ്ട് താൻ. ഓക്കെ മക്കളെ, യെസ്. നമുക്ക് ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0, ഇത് x പ്ലസ് x 2x എന്നാവും. സോ 2 cos 2x പ്ലസ് h/2 ഇൻറ്റു, ഇവിടെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ബ്രാക്കറ്റ്, സൈൻ x മൈനസ് h ഡിവൈഡഡ് ബൈ 2, റൈറ്റ്, ഡിവൈഡഡ് ബൈ sin x പ്ലസ് h ഇൻറ്റു sin x ഇൻറ്റു 1/h. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ ഈ എക്സ് എക്സിനെ കൂട്ടി 2x ആയി. ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -x - h എന്ന് വരും. ഇത് തമ്മിൽ കട്ടായി. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x പ്ലസ് h/2, അതിന് മാറ്റമില്ല, ഇൻറ്റു സൈൻ എക്സും എക്സും കട്ടായി പോയിട്ട് -h വരും, divided by sin x plus h into sin x into നമ്മുടെ 1/h വരും, right? That is equal to limit h tends to 0. നമുക്ക് ഇത് ഒന്ന് ഒരുമിച്ച് എഴുതാം, ഇത്രയും ടൈമിനെ ഒന്ന് ഒരുമിച്ച് എഴുതാം. എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം. സോ എന്ത് വരും നോക്കാം. that is 2 cos 2x plus h/2 divided by sin x plus h into sin x into 1/h. ഓക്കെ മക്കളെ, യെസ്. ഇവിടെ ഒരു മൈനസ് സൈൻ എച്ച് കൂടെ ഉണ്ട്, സൈൻ മൈനസ് എച്ച്, ദാറ്റ് ഈസ് മൈനസ് സൈൻ എച്ച് നമുക്ക് എഴുതാം. അതും കൂടെ എഴുതിയിട്ട് മൈനസ് സൈൻ എച്ച്, because the reason we cannot the reason because sin minus h is equal to minus sin h. Okay, okay. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് നമുക്ക് പറ്റി. ഇവിടെ ഒരു -h/2 ഉണ്ട്, ആ 2 എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ കൂട്ടി എഴുതണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു h/2 വരും, റൈറ്റ്. മൈനസ്, കാരണം നമ്മൾ എക്സും -x ക്യാൻസൽ ആയി പോയി, പിന്നെ പോയിട്ട് -h/2 ഉണ്ട്, ആ /2 കൂടെ എഴുതാൻ വിട്ടുപോയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ മൈനസ് സൈൻ h/2 സൈൻ -h/2 എന്ന് വരും, ദാറ്റ് ഈസ് മൈനസ് ഓഫ് സൈൻ h/2 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഈ ഒരു ടേമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് രണ്ടായിട്ട് വേണം ലിമിറ്റ് ഒന്ന് മാറ്റി എഴുതാം. ഒന്ന് ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x plus h/2 divided by sin x plus h into sin x ഒരു ടൈം ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0, ഈ മൈനസ് വേണമെങ്കിൽ ലിമിറ്റിന് പുറത്തേക്ക് എഴുതിയാലും കുഴപ്പമില്ല, മൈനസ് sin h/2 divided by h. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് എച്ചിന് ഡയറക്റ്റ് 0 കൊടുത്താൽ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഇവിടെ 2 cos 2x പ്ലസ് h 0 ആകുമ്പോൾ 0 വരും, /2 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് സൈൻ എച്ചിന് 0 കൊടുക്കുകയാണെങ്കിൽ sin x ഇൻറ്റു sin x എന്ന് വരും, നോ പ്രോബ്ലം അറ്റ് ഓൾ, ഇൻറ്റു മൈനസ്. ഇവിടെ നമുക്കറിയാം h/2 ആയതുകൊണ്ട് ഇവിടെ ഒരു h/2 വരണം, അതിനുവേണ്ടി നമ്മളൊരു /2 ഇൻറ്റു 2 എഴുതി, ആക്ച്വലി 1 മേളിൽ വരും. പിന്നെ ഇപ്പോൾ ഇത് രണ്ട് സെയിം ആയി. പിന്നെ ഇവിടെ നമുക്കൊരു /2 ടെൻസ് ടു 0 എന്ന് എഴുതാമല്ലോ, കാരണം ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോർമുല. ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1. ആ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ 3 ടേമും സെയിമിലായിരിക്കും. അപ്പോൾ ഇവിടെ h/2 ഇവിടെ h/2 ഇവിടെ h/2 ആണ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ആക്കി എഴുതി. സോ ഇറ്റ് ഈസ് മൈനസ്, ഇത് നമുക്ക് ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് മൈനസ് 1/2. ഓക്കെ, ബിക്കോസ് ദ റീസൺ ഈസ് ദിസ് വൺ. ഓക്കെ, ഈ 2 കൂടെ വെട്ടിക്കളയാം, അതുപോലെ ഇത് രണ്ടും കൂടെ വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മിച്ചമുള്ളതെന്ന് എഴുതാം. ഇതൊരു മൈനസ് ഉണ്ട്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1/sin x ഇൻറ്റു cos x sin x എന്ന് ഒരുമിച്ച് എഴുതാം. കാരണം ഇവിടെ ഒരു cos x മാത്രമേ മിച്ചമുള്ളൂ, മൈനസും ഉണ്ട്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഈ sin x ഒരെണ്ണം മാറ്റി എഴുതി, ഒരെണ്ണം ഗ്രൂപ്പ് എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് -1/sin is cosec x ആണല്ലോ.
കോസ് ബൈ സൈൻ ഈസ് കോട്ട് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ് എഴുതാം. ഇങ്ങനെ കിട്ടിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഡാഷ്. ദാറ്റ് ഈസ് എന്താണ് മീനിങ്? ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്. ഓക്കെ മക്കളെ, ഇത് നമ്മൾ ഫോർമുല ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ പ്രത്യേകം പഠിച്ചോണം. ഡെറിവേറ്റീവ് ഓഫ് കൊസിക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു. ഒന്ന് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെത് കോസ് എക്സ് എന്ന് പറഞ്ഞു. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. വീണ്ടും നമ്മൾ കൊസിക് എക്സിൻ്റെ പറഞ്ഞു, കൊസിക് എക്സിൻ്റെ മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ചെയ്ത പ്രൊസീജിയർ ഒന്ന് ഓർത്ത് വെച്ചോളുക. ജനറലി നമുക്ക് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ കൊസിക് എക്സ് മൈനസ് കൊസിക് വൈ എന്നുള്ള ഫോമുലാണ്. അതിനെ നമുക്ക് ഫോമുല ഇല്ലാത്തതിനാൽ നമ്മൾ അതിനെ സൈനിലേക്ക് മാറ്റും. അപ്പോൾ 1 ബൈ സൈൻ എന്നുള്ള ഫോമിലേക്ക് അതിനെ എഴുതി കഴിഞ്ഞ് പിന്നെ നാച്ചുറലി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഫോമുലകളുടെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു അല്ലേ. അതിലൊന്നാണ് ഈ എച്ച് സൈൻ എച്ച് ബൈ 2 വേണ്ടി ബൈ 2 × 2 ചെയ്ത പരിപാടി. അത് മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഡയറക്റ്റ് ഫോമുല തന്നെയാണ്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കൊസിക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്, ഈ ഫോമുല പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൊസിക് എക്സ് ചെയ്തപോലെ തന്നെ നമ്മൾ സീക്ക് എക്സും യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്. So as usual, let f of x is equal to sec x. Equation number 1 എന്ന് വിളിക്കാം. പിന്നെ നമ്മുടെ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. Let h be a small positive change in x such that f of x plus h is equal to sec x plus h. We can call it as equation number 2. Okay. ഇനി നമ്മൾ ഫോർമുലയ്ക്ക് അത് അപ്ലൈ ചെയ്യുന്നു. Limit h tends to 0 f of x plus h minus f of x divided by h is equal to limit h tends to 0 sec x plus h minus sec x divided by h. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം ഇവിടെ sec x minus sec y ക്ക് ഫോർമുല ഇല്ല. So we are going to convert that in terms of cos. Sec reciprocal is cos, so we can write it as 1 by cos x plus h. Similarly, this can be written as 1 by cos x divided by h, right? Yes. Now, as in the previous case, let us simplify by using principle of cross multiplication. Okay, so that is equal to limit h tends to 0 when we cross multiply cos x minus cos x plus h, right, divided by cos x plus h into cos x into, we can write that term of h like this. Okay, as in the previous case, just similar to the previous case, just the difference is just in that term, that is instead of sin we have cos here. That is the only change. Okay, now let us apply the formula. Limit h tends to 0. Now this is the form cos x minus cos y. Cos x minus cos y. What is that? Oh my dear students, that is nothing but minus 2 sin. We know that formula. X plus y divided by 2 into sin x minus y divided by 2. We are going to apply that formula. This formula here. Okay. So instead of x, we have x, no change at all. Instead of y, we have x plus h here. So when I apply that formula, this becomes minus 2 sin x plus h divided by 2 into sin x minus x plus h divided by 2 divided by whole divided by denominator is cos x plus h into cos x
into 1 by x, right? Yes. Now we can simplify this. That's equal to limit h tends to 0 minus 2 sine x plus x is nothing but 2x. 2x plus h by 2 into, when we open the bracket, x minus x, that the x and minus x it cancel, giving back minus h by 2 divided by cos x plus h into cos x. Here actually it is into, so into cos x into our beloved 1 by h, right? Yes, x minus x it cancel, minus h by 2, right? Now we can split this into two limits. So as in the previous case, so limit h tends to 0 minus 2 sine 2x plus h by 2 divided by cos x plus h into cos x into limit h tends to 0 sine minus h by 2 divided by h. Say I am going to split the above limit into two like this. And if you ask carefully, you can see that in the first part we can directly put h is equal to 0. So it is minus 2 sine 2x plus 0 divided by 2 divided by, when we apply h is equal to 0 here, we get cos x into cos x into, now this is sine minus h by 2, that is not same as minus sine. Before that we can take the limit, that's equal to limit h tends to 0 sine minus h by 2, that is nothing but minus of sine h by 2 divided by h, right? That's equal to to get cancelled, minus 2 sine x divided by cos x into cos x. For the time being, let us take cos x into cos x as itself into sine minus is minus, we can take that minus outside of the limit, limit h tends to 0 sine h by 2 divided by h. In order to get an h by 2 here, we have to multiply and divide with the 2 here. Okay, so we have sine h by 2 by h by 2 as in the previous case, as h tends to 0, h by 2 also tends to 0. So we can apply that formula here, limit x tends to 0 sine x by x is nothing but 1. So we can apply that formula. So it is minus 2 sine x divided by cos x into cos x, that minus into this minus becomes plus, and this is sine h by 2 by h by 2 is nothing but 1. So it is into, minus is already here, minus this minus becomes plus, so into 1 by 2 to get cancelled. Okay, so what we get, that is 1 by cos x into sin x by cos x. 1 by cos x we know that's nothing but sec x, sin by cos is tan x. If the limit x is that value is denoted by f dash of x. So f dash x is equal to sec x tan x. Okay. So my dear students, we can write that is the derivative of sec x with respect to x is nothing but sec x into tan x. So that is the formula that we have to by heart. Just a similar formula in the case of cosec x. Derivative of cosec x is minus cosec x cot x, but the derivative of sec x is no minus at all here, that is sec x into tan x. See, cosec x cot x, here it is sec x tan x. Okay, so that's the formula. So my dear friends, today we are discussing only 4 formula here. First is derivative of sin x, that is nothing but cos x, and the cos x is minus sin x. Then derivative of sec x, that is sec x tan x,
and derivative of cosec x, it is minus cosec x cot x. Okay, so I think all of you have got the idea of finding out the derivative using first principle. Whatever be the function, if it is an algebraic function or exponential function or logarithmic function, even if it is a trigonometry function, then also we can apply the same procedure to obtain the answer. Okay, dear students, and you have to practice it very well because it is a sure question in all of the examination. So you have to study well and practice it. Okay, let us see in the next class with more and more problems. Until then, have a nice day. Goodbye.